കോതമംഗലത്ത് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ന്യൂ ബൈപ്പാസ് വാഹനയാത്രക്കാരെ ചെളിക്കുഴിയിൽ ചാടിക്കുന്നു. പൂർണ്ണമായി ടാർ ചെയ്ത റോഡെന്ന് കരുതി ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്നവർ അവസാനം എത്തിപ്പെടുന്നത് ചെളിക്കുഴിയിലാണ്. മറിഞ്ഞു വീഴാതെ ഇവിടം മറികടക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലിനെ തുടർന്നുണ്ടായ തടസ്സം നീക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥർ നിസ്സംഗതയിലാണ്. ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. തങ്കളത്തെയും കോഴിപ്പള്ളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ന്യൂ ബൈപ്പാസ്. രണ്ടാം ഘട്ടത്തിലാണ് കലാ ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി വരെയുള്ള ഭാഗത്തെ നിർമ്മാണം. ഇതിൽ 2 കിലോമീറ്ററോളമുള്ള റോഡിൽ ഇടയിലുള്ള 2 ഭാഗങ്ങളിൽ നിർമ്മാണ ജോലികൾ നടന്നിട്ടില്ല. ഇവിടെ ചെളിക്കുഴിയായി മാറിയിരിക്കുകയാണ്. കലാ ജംഗ്ഷനിൽ നിന്നുള്ള ഭാഗം 1 കിലോമീറ്ററിലധികം ടാർ ചെയ്തിട്ടുണ്ട്. കോഴിപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് ഏതാനും മീറ്ററാണ് ടാറിംഗ് നടത്തിയത്. ഈ ടാറിംഗ് കണ്ട് നല്ല റോഡിലൂടെ യാത്ര ചെയ്യാമെന്ന് കരുതിയാൽ അവസാനം എത്തിപ്പെടുന്നത് ചെളിക്കുഴിയിലായിരിക്കും. കോഴിപ്പള്ളി ഭാഗത്ത് വെള്ളവും ചെളിയും നിറഞ്ഞ കുളമായി കിടക്കുകയാണ്. ഇവിടം മറികടക്കണമെങ്കിൽ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. ഭാഗ്യം കൂടിയുണ്ടെങ്കിൽ മറിഞ്ഞു വീഴാതെ രക്ഷപ്പെടാം. ഇരുചക്ര വാഹനങ്ങളാണ് പണി മേടിക്കുന്നതിലേറെയും. കാറുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. കൊള്ളിക്കാട് ഭാഗത്തും യാത്ര ദുരിതമാണ്. ഇവിടെ പാറക്കല്ലുകളാണ് ഉയർന്നു നിൽക്കുന്നത്. മഴ പെയ്താൽ ചെളിയുമുണ്ട്. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോഴിപ്പള്ളി ഭാഗത്തെ നിർമ്മാണത്തെ ബാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിലുണ്ടായ കോടതി നിർദ്ദേശം നടപ്പാക്കിയാൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഇതിനുള്ള നടപടിയിലേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികളുടെ ഇടപെടലും ഉണ്ടാകുന്നില്ല. മുനിസിപ്പൽ റോഡ് ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് കൊള്ളിക്കാട് ഭാഗത്ത് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമായത്.